കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റിൽ ഞാൻ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത് ഒരു ഗാർഡനിലേക്കാണ്. കക്കോടി വീട്ടിലുള്ള ഒരു ഗാർഡൻ. ആ ഗാർഡനിലെ ഒരു ബ്യൂട്ടിഫുൾ പൂവിന് ഒരു വലിയ സ്റ്റോറി പറയാറുണ്ട്. വിത്ത് ലക്ഷ്ണ, കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റ് ലോൺ റേഡിയോ മാംഗോ. നാട്ടിലെങ്ങും പാട്ടായി. ഒരു ദിവസം, ഒരു വർഷം, ഒരു മാസം അങ്ങനെ കണക്ക് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ എത്ര വീഡിയോസ് കാണുന്നുണ്ട് അല്ലെ? പക്ഷെ ചില സമയത്ത് ചില വീഡിയോകൾ കാണുന്ന സമയത്ത് നമുക്കത് ബെനിഫിഷ്യലായി മാറാറുണ്ട്. നമുക്കറിയാത്ത ചില കാര്യങ്ങളെ കുറിച്ചായിരിക്കും ചില വീഡിയോസിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. ചിലപ്പോൾ അതിലൂടെ ആയിരിക്കും നമ്മളൊരു പുതിയ കാര്യം പഠിക്കുന്നത്, നമ്മുടെ ലൈഫിന്റെ പാർട്ട് ആവുന്നത്. അങ്ങനെ ഒരു കഥയിലേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. യെസ്, വീഡിയോ കണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് പലരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലൊരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ വീട്ടിലേക്കും കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റിൽ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് കക്കോടിയിലെ ഒരു വീട്ടിലേക്കാണ്. പോകുന്ന വഴിക്കാർക്ക്, വഴിയിലൂടെ നടന്നു പോകുന്ന എല്ലാവരും മറ്റേ ആശാൻ പറയുന്ന പോലെ ആരാകിൽ എന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാമെന്ന് പറയുന്നത് പോലെ തന്നെ ആര് കണ്ടാലും ആ ചെടി ഒന്ന് നോക്കിയിട്ടേ പോകുന്നുള്ളൂ. ഓഹോ, കക്കോടിയിലെ ഒരു വീട്ടിലുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് നിഷി ഇപ്പൊ സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. റൈറ്റ്. കാരണം നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ആരായാലും ഒന്ന് നോക്കി പോകും. ഡിസംബർ മാസത്തിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന കുറെ കാഴ്ചകളുണ്ട് അല്ലെ? അതുപോലെ ഒരു കാഴ്ചയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പലപ്പോഴും ഈ സമയമാവുന്ന സമയത്ത് നമ്മുടെ വിനോദ് കോവൂർ അദ്ദേഹം പോസ്റ്റ് ചെയ്യാറുണ്ട്. എന്റെ ചേട്ടന്റെ വീട്ടില് മുല്ല പൂത്തതാണ്. അതൊരു വല്ലാത്ത കാഴ്ചയാണ്. ഇങ്ങനെ കൂട്ടമായി മുല്ല പൂത്ത് നിൽക്കുന്ന ആ ഒരു കാഴ്ച നമ്മളും കണ്ടിട്ടുണ്ട്. നമ്മളും കോഴിക്കോട് സൂപ്പർ ഫാസ്റ്റിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് അല്ലെ? ഇത് കണ്ടിട്ടുണ്ട്. ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങുന്നു ഇന്നത്തെ നമ്മുടെ കഥ കേട്ടോ. ഇപ്പൊ നമ്മൾ പോകുന്നത് കക്കോടിയിലേക്കാണ്, മിസ് നിഷിയുടെ വീട്ടിലേക്കാണ്. ഈ ചെടീനെ കുറിച്ചിട്ട് ഞാൻ അറിയുന്നത് നമ്മുടെ വിനോദ് കോവൂരിന്റെ വീട്ടിലുള്ള ആ ചെടിയുടെ വീഡിയോ കണ്ടപ്പോഴാണ്. അപ്പൊ വിനോദ് കപൂറിന്റെ ഏട്ടന്റെ വീട്ടിലാണ് ഈ ചെടി ഉള്ളത്. അപ്പൊ ആ ഏട്ടന്റെ മകളാണ് അഭയ, എന്റെ മോളെ ഫ്രണ്ടാണ്. അവള് 2021 നിറയെ പൂത്ത് നിൽക്കുന്ന ഈ ചെടി കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു. പോയപ്പോ അഭയ അവക്കൊരു കൊമ്പ് കൊടുത്തു. അപ്പൊ എനിക്ക് ചെടീനോട് ഇഷ്ടമാണെന്ന് അറിയുന്നത് കൊണ്ടാണ് അവൾ അത് ചോദിച്ച് വാങ്ങിക്കൊണ്ടുവന്നു. പക്ഷെ അത് നട്ടപ്പോ പിടിച്ചില്ല. അപ്പൊ എനിക്കത് വലിയൊരു വിഷമായി. ഞങ്ങളുടെ ഇവിടെ തന്നെ ഞങ്ങളുടെ വീട് കക്കോടിയാണ്. അപ്പൊ കക്കോടി തന്നെ ഒരു നഴ്സറി ഉണ്ട്. അപ്പൊ ആ നഴ്സറിയിൽ ചെന്നപ്പോ മണിമുല്ല അവിടെ വിൽക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്നാണ് ഞാൻ ഈ ചെടി വാങ്ങിച്ചത്. 2022 ഇത് വാങ്ങിച്ചത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് 2024 സമയം എടുത്തു ഇത് പൂക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോ ഇത് പൂത്തുലഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതൊരു കാഴ്ചയാണ്. ഈവൻ കക്കോടി ഭാഗത്ത് കൂടെ ആര് പോകുന്ന സമയത്ത് ഒന്ന് നോക്കി പോകും അല്ലെ? പോകുന്ന വഴിക്കാർക്ക്, വഴിയിലൂടെ നടന്നു പോകുന്ന എല്ലാവരും മറ്റേ ആശാൻ പറയുന്ന പോലെ ആരാകിൽ എന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാമെന്ന് പറയുന്നത് പോലെ തന്നെ ആര് കണ്ടാലും ആ ചെടി ഒന്ന് നോക്കിയിട്ടേ പോകുന്നുള്ളൂ. ഇത് ഏതാണ് ഈ ചെടി എന്ന് പെട്ടെന്ന് മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഇതേ ഇപ്പൊ റേഡിയോ മാംഗോയുടെ വാട്സ്ആപ്പ് സ്റ്റേറ്റസ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ radio.listener ഇൻസ്റ്റാഗ്രാം പേജിൽ എന്റെ സ്റ്റോറി ഒന്ന് നോക്കിയാൽ മതി. ഇത് മണിമുല്ലയാണ്. ക്രിസ്മസ് മുല്ല എന്നും പേരുണ്ട് ഇതിന്. ഡിസംബർ ജാനുവരി മാസത്തിൽ മാത്രമേ പൂക്കുള്ളൂ. 2 വർഷമായി ഞങ്ങൾ കുഴിച്ചിട്ടിട്ട്. കഴിഞ്ഞ കൊല്ലം പൂത്തു. കഴിഞ്ഞ കൊല്ലം ഇത്ര കൂടുതലില്ലായിരുന്നു. അപ്പൊ ഈ വർഷമാണ് ഏറ്റവും കൂടുതലായിട്ട് പൂത്തത്. വളർച്ച വേഗത്തിലുള്ള ചെടിയാ. അപ്പൊ അതുകൊണ്ട് തന്നെ പടർന്ന് പിടിക്കും പെട്ടെന്ന്. നമ്മളിങ്ങനെ വെട്ടി ഒതുക്കിക്കൊണ്ട് നിൽക്കണം. സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് എപ്പോഴും കട്ട് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. അപ്പൊ ഒന്നായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാ, നല്ല മണമുണ്ട്. അതിന് ഒരു പ്രത്യേക മണം. എന്താ മണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു മുല്ലേന്റെ മണമല്ല, പാലപ്പൂവിന്റെ ഒക്കെ ഒരു ലൈറ്റ് മണം. ഷേടാ, ഡിസംബറിന്റെ മാജിക് എന്ന് പറയാമല്ല ഈ മുല്ലയ്ക്ക് വേണ്ടിട്ട്. കാരണം ഈ മുല്ല വന്നതോടുകൂടി വീട്ടിൽ വേറെ കുറച്ച് ആളുകളും വന്നിട്ടുണ്ട്. വണ്ടും തേനീച്ചയും പൂമ്പാറ്റിയും ഒക്കെ ഈ പൂവ് പിരിയുന്ന മുതൽ രാവിലെ മുതൽക്ക് രാത്രി വരെ എന്ന് പറഞ്ഞോണം അതിന്റെ ചുറ്റുണ്ട്. പക്ഷെ ഒറ്റ ദിവസമേ പൂ നിൽക്കുള്ളൂ. അന്ന് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും അത് കൂടിപ്പോകും. പിറ്റേന്ന് ആ പൂടിയോണം നിൽക്കും. അതിന്റെ പിറ്റേന്ന് അത് എതള് കൊഴിഞ്ഞ് വീണ് പോവുകയും ചെയ്യും. ഇന്നിത് കേൾക്കുന്ന സമയത്ത്, ഈ മുല്ലയെ കുറിച്ചൊക്കെ അറിയുന്ന സമയത്ത്, ഇതിന്റെ വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ തന്നെ മേ ബി ചിലപ്പോൾ എവിടെ നിന്നൊക്കെയോ കൊണ്ടുവന്നിട്ടുള്ള പല ചെടികളും പൂക്കളും ഒക്കെ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടാവും. ആ പൂക്കൾക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും. ഇവിടുന്ന് കിട്ടിയതിന്റെ കഥ അല്ലെ? യെസ്, നമ്മളെ മോർണിംഗ് ബ്രൈറ്റർ ആക്കുന്ന മിക്കവാറും ഈ പൂക്കളായിരിക്കും. ആ കഥകൾ ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടി തരട്ടെ. ഞാൻ റേഡിയോ മാംഗോയുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. 8129411919.